இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகுமேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகுமேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே வரும் வழியில் பனிமழையில் பருவநிலா தினம் நனையும் முகிலெடுத்து முகம் துடைத்து விடியும் வரை நடைபழகும் வரும் வழியில் பனிமழையில் பருவநிலா தினம் நனையும் முகிலெடுத்து முகம் துடைத்து விடியும் வரை நடைபழகும் வானவீதியில் மேக ஊர்வலம் காணும் போதிலே ஆறுதல் தரும் பருவமகள் விழிகளிலே கனவு வரும் இளைய நிலா பொழிகிறதே உலா போகுமேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே முகிலினங்கள் அலைகிறதே முகவரிகள் தொலைந்தனவோ முகவரிகள் தவறியதால் அழுதிடுமோ அது மழையோ முகிலினங்கள் அலைகிறதே முகவரிகள் தொலைந்தனவோ முகவரிகள் தவறியதால் அழுதிடுமோ அது மழையோ நீலவானிலே வெள்ளியோடைகள் ஓடுகின்றதே என்ன ஜாடைகள் விண்வெளியில் விதைத்தது யார் நவமணிகள் இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகுமேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே നിതീഷിൻ്റെ പെർഫോമൻസ് വാസ് വെരി പ്ലീസിങ് ടു മീ. എനിക്ക് ഓവറോൾ നിതീഷിൻ്റെ പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഇതൊരു എവർഗ്രീൻ സോങ് ആണ്. ആ പാട്ട് ശരിക്കും എൻജോയ് ചെയ്ത് പാടിയതായിട്ട് തോന്നി. പാടുന്നത് ശരിക്കും പെർഫോമർ എൻജോയ് ചെയ്ത് പെർഫോം ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്തു. ഇറ്റ് വാസ് വെരി നൈസ്. ഓവറോൾ സോങ് സെലക്ഷൻ നമ്പർ 1, സെക്കൻഡ്ലി സോങ് പ്രസൻറ്റേഷൻ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അനുപല്ലവിയിൽ നോട്ട് ഫോക്കസ്, ഐ മീൻ ഒരു സ്ഥലത്ത് എനിക്ക് പ്രശ്നം തോന്നി. അല്ലെങ്കിൽ ഐ തിങ്ക് ഓവറോൾ സോങ് നോക്കുകയാണെങ്കിൽ ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സർ. നിതീഷ്, എനിക്കൊന്ന് 60% കാര്യം ഈ ഒരു കമ്പോസിഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ കൈയടി രാജാ സാറിന് പ്ലീസ്. ഇത്രയും
വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കമ്പോസിഷൻസ് അല്ലേ. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അപ്പോൾ ആ പാട്ടിനെ ഒട്ടും കേടുകൂടാതെ തന്നെ പാടി. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ടുകളിലൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം നമ്മൾ കേടുണ്ടാക്കുമെന്ന് അറിയണമല്ലോ. പക്ഷേ തീരെ അങ്ങോട്ട് അതിനോട് നീതി പുലർത്തി നന്നായിട്ട് തന്നെ പോയി, മാന്യമായിട്ട് പാടി. ചരണത്തിലെ ഒരു പോർഷൻ മാത്രം എനിക്ക് ഒരു സംഗതി പാടിയപ്പോൾ ഒരു സ്ലിപ്പായ മാതിരി തോന്നി. അല്ലാണ്ട് നിതീഷിൻ്റെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിതീഷ് കുറച്ച് നാളായിട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതും ഇന്ന് സ്റ്റേജിലുണ്ടായിരുന്നു. ആ ഒരു ടെൻഷനൊന്നുമില്ലായിരുന്നു പാടിയ കാര്യത്തിലും. അതെ, എനിക്ക് തോന്നുന്നത് നിതീഷും ഒരു സിഗ്നേച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെർഫോമൻസിൽ. ദാറ്റ്സ് ഹൈലി അപ്രീഷിയേറ്റഡ്. എനിക്ക് നിതീഷിന്റെ പെർഫോമൻസിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, നിതീഷ് വന്ന് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നിതീഷിന്റെ ആ ഒരു ടാഗ് വരുത്തി തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ് ഫോർ എ സൂപ്പർ സ്റ്റാർ. നിതീഷ് ഇവർ പറഞ്ഞ പോലെ തന്നെ സോങ് സെലക്ഷൻ ദ ബെസ്റ്റ്. അതുപോലെ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നത്. ഞങ്ങളിവിടെ ഉണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി പാടിയിരുന്നല്ല, നിതീഷിന് വേണ്ടി തന്നെ പാടുന്ന പോലെ തോന്നി. അത് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഹൂ നോസ്, ചിലപ്പോൾ നിതീഷ് ആയിരിക്കും സൂപ്പർ സ്റ്റാർ. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. പിന്നെ എനിക്കൊരു കാര്യം മാത്രമേ എനിക്കൊരു ഇത് തോന്നിയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഇവരുടെ കൂടെ തന്നെ സമ്മതിക്കുകയാണ്. അതായത് ഫസ്റ്റ് BGMൻ്റെ സമയത്ത് ഇച്ചിരി ഒന്ന് ഒരു റെസ്റ്റ്ലെസ് ആയോ എന്ന് എനിക്കൊരു സംശയം. ബാക്കി സമയത്തേക്കാൾ നല്ല ഇതായിരുന്നു. സ്റ്റീഫൻ വായിച്ച് ടെൻഷനാക്കിപ്പിച്ചാണല്ലേ. അപ്പം ആ സമയത്ത് മാത്രമൊന്ന് ഭയങ്കരമായിട്ട് ഇനി തുടങ്ങേണ്ട സ്ഥലത്തിൻ്റെ ടെൻഷനാണോന്ന് അറിയില്ല. ഇപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. പക്ഷേ അത് ആ നോട്ടത്തിന് ഒരു വേറൊരു കളർ കൊടുക്കാം, കുറച്ചും കൂടി കൂളായിട്ട് നോക്കാം. ഇതിങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു നോട്ടം തോന്നി. ട്രെയിനിങ്ങിൽ പുള്ളി ആ നോട്ടം പഠിപ്പിക്കും. അടുത്ത ട്രെയിനിൽ നോക്കി പഠിപ്പിക്കും. നോട്ടം അതെ, എന്ത് ഒരു നോട്ടം വരണം, അതൊക്കെ ആയോ. ബാക്കി എല്ലാ രീതിയിലും എനിക്ക് കാര്യം ആ ഒരു പോർഷനിൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെയുള്ള നെക്സ്റ്റ് ഇതിലേക്ക് വന്നപ്പോൾ അത് എനർജി ഇതായി. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തത്, ഇനി എങ്ങാനും മൃദുലയുടെ പനി എങ്ങാനും ഇങ്ങോട്ട് ആ സമയത്ത് ബാധിച്ചതാണോ ഒരു തോന്നൽ. നിതീഷ് ചേട്ടാ ഒന്നും പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞോളൂ. അൽഫോൺസ് ഇപ്പോഴും ഡാൻസ് പഠിപ്പിക്കാറുണ്ടോ? ഉണ്ട്. അത് ഇതുവരെ ഇറക്കി തുടങ്ങിയോ? അത് ഇറക്കേണ്ട സമയത്ത് ഇറക്കും. ഓക്കെ. അത് ഒരു അറ്റ കൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയാൽ ആ സ്റ്റെപ്പ് സൂപ്പർ സ്റ്റാർ എന്ന് വിടണം തോന്നുന്നു, അന്ന് ഡാൻസ് ചെയ്യുള്ളൂ. എന്ന് ഔട്ട് ആവണം തോന്നുന്നു, അന്ന് അതങ്ങ് ഇറക്കും. ശരി, നമ്മൾ കാണിച്ചു കൊടുക്കും അല്ലേ ഒരു ദിവസം. സാർ കാണിച്ചു കൊടുക്കാം. ടെൻഷൻ ആക്കിയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.